ഹലോ ഫ്രണ്ട്സ്, ഇനി നമുക്കൊരു മത്തി മുളകിട്ടാലോ. മത്തി നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ പഞ്ഞിനോ വെച്ചിട്ടുണ്ട്. 60 രൂപക്ക് 5 മത്തിയാണ്. മീൻ്റെ വില കാരണം തന്നെയാണ്. പിന്നെ അത് അതിലേക്കുള്ള സാധനങ്ങൾ കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ വലിയ ഉള്ളി, 2 തക്കാളി, 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉലുവയും. പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് തുടങ്ങിയാലോ. ചട്ടിയിൽ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെറിയ ഉള്ളി ഇടാം. ചെറിയ ഉള്ളി എല്ലാം താളിക്കാം. ടേസ്റ്റുള്ള മത്തി മുളകിട്ടതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൻ്റെ അഭിപ്രായം പറയണം. ചെറിയ ഉള്ളി നല്ല ചുമന്ന് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും ഇഞ്ചും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ് വെച്ചതാണ്. ഇതിലേക്ക് പേസ്റ്റ് ഇടുന്നതിനെക്കാട്ടും പേസ്റ്റ് നമ്മളിങ്ങനെ ചെറുതായി അരിഞ്ഞ് ഇടുന്നതാണ്. തീയൊന്ന് ഇത്തിരി കൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. ഇനി നമുക്കിതിലേക്ക് വെള്ളുള്ളി ഇട്ട് കൊടുക്കാം. ഇത്തിരി ഉപ്പും ഇടാം. ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. നല്ല വാടി വരട്ടെ. ഉള്ളി എല്ലാം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. തക്കാളി നല്ല വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം മുളക് പൊടി ഇടാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി ഇടാം. പൊടികളെല്ലാം ഇട്ട് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഞാൻ കുറച്ച് വെച്ചിരുന്നു കേട്ടോ. ഇത് കൂട്ടി കൊടുക്കുന്നുണ്ട്. മസാല എല്ലാം അതിൽ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എടുത്ത് വെച്ച പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. പുളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ചിലർക്ക് പുളി ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് പുളി ഇഷ്ടമുള്ളവരുണ്ടാവും. എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ളതിൽ എടുക്കാം. ഇവിടെ പുളി ഇഷ്ടമല്ല. എൻ്റെ ഭർത്താവിന് പുളി തീരെ താല്പര്യമല്ല. അപ്പം അതിനനുസരിച്ചിട്ട് ഞാൻ പുളി എടുത്തിട്ടുള്ളൂ. കറി ഓവർ നമ്മൾ വെള്ളത്തിൽ ഉണ്ടാക്കുന്നില്ല. കാരണം 5 മത്തിയല്ലേ ഉള്ളൂ. ഈ 5 മത്തിക്കുള്ള കറിയേ വെക്കുന്നുള്ളൂ. ഇതാ ഇനി ഒന്ന് നല്ലോണം ഒന്ന് വെട്ടി തിളക്കട്ടെ. എന്നിട്ട് നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കാം. കറി നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അതിൻ്റെ പഞ്ഞീന് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഞാൻ ഉള്ളി വാട്ടുമ്പോൾ ഇട്ടിട്ടുള്ളൂ. ഉപ്പില്ലെങ്കിൽ ഇനി ഇട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ കമ്മിയുണ്ട്, ഞാൻ ലേശം ഇടുന്നുണ്ട് കേട്ടോ. ഇനി കറി ഒന്ന് നമുക്ക് മൂടിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം. കറി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. സൂപ്പർ കറിയാണ്. ട്രൈ ചെയ്ത് നോക്കി. കൂടുതൽ നീരില്ല. നമുക്ക് കറിവേപ്പില ഇട്ട്
കുഴപ്പമില്ല നോക്കിയിട്ട് കറിവേപ്പിൻ്റെ വെച്ചിട്ട് അല്ലാതെ TV ഞാൻ ഓഫാക്കുകയാണ്. മൂടി വെക്കാം.